നല്ല അയിലട വലിപ്പോളത്തെ അക്കിടിമുണ്ട്. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അങ്ങനെ വെളുപ്പിന് 4:30യോടുകൂടി വള്ളം കടലിലോട്ട് പോവുകയാണ്. നമ്മളിന്ന് വന്നേക്കണത് വാഗച്ചാർത്തിലാണ്. വാഗച്ചാർത്ത് വള്ളത്തിൽ ഇതിന് മുന്നേ വന്നിട്ട് തിരിയാനെല്ലാം കിട്ടിയിട്ട് നമ്മൾ മറിച്ചു കൊടുക്കുന്ന കാഴ്ചയൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചാണ്. അന്നുണ്ടായ സ്രാങ്കും എല്ലാവരും ഒക്കെ തന്നെ ഇന്നും ഉള്ള കേട്ടോ. അപ്പോൾ സ്രാങ്ക് ഇതേ പയ്യെ വള്ളം കടലിലോട്ട് ഓടിച്ചുകൊണ്ടിരിക്കേണ്ട. കായലിൽ പോകുമ്പോൾ വള്ളം ചെറിയൊരു സ്പീഡിൽ മാത്രം ഓടിച്ച് പയ്യെ കടലിലോട്ട് കയറ്റും. കടലിൻ്റെ ഭാഗത്തോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വള്ളത്തിൻ്റെ സ്പീഡ് കൂടുട്ടാ. ഈ ഒരു സമയം ആ ഒരു വെളുപ്പിൽ തന്നെ ഇരുന്ന് ആ കുഞ്ഞിരുട്ടിൽ നിന്നുകൊണ്ട് തന്നെ വലയിലെ പണികൾ തീർക്കുകയാണ്. റിങ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അതൊക്കെ നോക്കണത് ഈ മടഭാഗത്ത് നിൽക്കുന്ന ചേട്ടന്മാരാണ് കേട്ടോ. വലയിലാണെങ്കിൽ വെളിച്ചന്മാരെല്ലാവരും ചേട്ടന്മാരൊക്കെ ഓരോ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതേ ഇവിടെ ആരോമലേട്ടനുണ്ട്. ആരോമലേട്ടനും റിങ് വെച്ച് കൊടുക്കാൻ വേണ്ടി ആളും വന്ന് സഹായിച്ചു കൊടുക്കേണ്ട. ഈ ഒരു ഇരുട്ടിൽ തന്നെ എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നേരം വെളുത്താൽ നമ്മൾ മീൻ കണ്ടു കഴിഞ്ഞാൽ വല അടിക്കും. നേരം വെളുത്ത് തുടങ്ങി ചെറിയൊരു കടലുണ്ട്, ചെറിയ നല്ലൊരു തണുത്ത കാറ്റുണ്ട്. ആ ഒരു കാറ്റൊക്കെ കൊണ്ട് എല്ലാവരും ചെറിയൊരു തണുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വള്ളം നല്ലതുപോലെ സ്പീഡിൽ ഇങ്ങനെ മീൻ നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കേണ്ട. വള്ളങ്ങളൊക്കെ വല അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു വള്ളത്തെ വല അടിച്ച് പോണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടാ. ഇങ്ങനെ അടിച്ചടിച്ച് കറങ്ങി ഇങ്ങോട്ട് വരയാണ് വള്ളം. അത് മീൻ കണ്ടിട്ട് വല അടിച്ച് വരയാണ്. നമ്മളടിച്ചിട്ടില്ല, നമ്മളിങ്ങനെ ഓടിയാണ്. നമ്മൾ മാത്രമല്ല പല വള്ളങ്ങളും നമുക്ക് പറ്റേ, അതായത് നമുക്ക് ചേർന്നൊക്കെ ആയിട്ട് ഇങ്ങനെ മീൻ നോക്കി വാശിക്ക് നല്ല സ്പീഡിൽ തള്ളി വെച്ച് പോവേണ്ട. നല്ല സ്പീഡ് വെച്ചാൽ നല്ല സ്പീഡിൽ. ഇപ്പം നമ്മളും വിട്ടു കൊടുക്കില്ല. നമ്മൾ കടലിലൊരു മത്സരമാണ് മീൻ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എല്ലാവർക്കും ആ ഒരു മത്സര ബുദ്ധിയുണ്ട്. അതുകൊണ്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ ആവേശത്തിൽ ഇങ്ങനെ പോകും. മീനെ നോക്കി ഓടിച്ച് അങ്ങോട്ട് നന്നായിട്ട് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോകട്ടെ. ആ ഒരു പോക്കാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കേട്ടാ. ഈ ഒരു സമയം നമ്മളുടെ വള്ളത്തിലും മീൻ കണ്ടിട്ടുണ്ട്. വലയടിക്കാൻ വേണ്ടി ആര്യക്കാരൻ വള്ളം ഓടിച്ചങ്ങോട്ട് വിടാൻ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ക്യാരിയർ വള്ളത്തിനെ കെട്ടയച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീനെ കണ്ട് വല മൊത്തത്തിൽ അടിച്ച് കറക്കി നിർത്തി കമ്പ കയറ്റാണ്. ആ ഒരു സമയം എല്ലാവരും വലയുടെ കൈയൊക്കെ പിടിച്ച് നിൽക്കേണ്ട. ഇനി മീൻ പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ആൾ വാഞ്ഞുകൊണ്ടിരിക്കേണ്ട വെള്ളത്തിൽ. മീനെ പേടിപ്പിക്കണ ഒരു കാഴ്ചയായിട്ടിത്. തക്കിടിമുണ്ടൻ ചാള, നല്ല അയിലട വലിപ്പോള തക്കിടിമുണ്ട്. അങ്ങനെ റിങ്ങെല്ലാം കയറിക്കഴിഞ്ഞാൽ ഇനി വല പിടിച്ച് കയറ്റിയാൽ മതി കേട്ടാ. പയ്യത് റിങ്ങെല്ലാം കൂടി വീഞ്ചിൽ കയറ്റിയെടുക്കേണ്ട.
ചെറിയ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതേ ഒരുമിച്ച് എല്ലാവരും കൂടി വല പിടിച്ചേറ്റേണ്ട. അപ്പം ഈ തൊപ്പി വെച്ച് നിൽക്കണ ചേട്ടനാണ് നമ്മുടെ ആര്യക്കാരൻ കേട്ടാ. ആളാണ് വള്ളത്തിൻ്റെ ഓൾറൗണ്ടായിട്ട് കാണിച്ചു കൊടുത്ത് വല അടിക്കണനും മീൻ പിടിക്കാനൊക്കെ കേട്ടാ. എന്താ വലിപ്പം നോക്കിയ ചാളാണ്ടാ, കൊണ്ട ചാള, ഉണ്ടച്ചാള. കുറച്ചൊരു വല തുന്നാൻ വേണ്ടി നിൽക്കും. വല പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ വല തുന്നാണ്. കീറ്റൊക്കെ കളഞ്ഞ തുന്നല്ലേ? ചാള കയറിയോണ്ട് വലയിൽ പൊത്തലൊക്കെ ഉണ്ട്. പൊത്തൽ എന്ന് പറഞ്ഞാൽ കടൽ മാക്രി. അത് കടിച്ച് വല കുറെ കീറിയിട്ടുണ്ട്. അപ്പൊ വല കീറിയതൊക്കെ വേഗം തുന്നി പിടിപ്പിക്കണ ആള്. വല ഏകദേശം ചുരുങ്ങിയേട്ടാ. വല പിടിച്ച് എല്ലാരും കൂടി കയറ്റാണ്. വെള്ളൂത്തി കാര്യം വെള്ളൂത്തി വാഗച്ചാർത്തിന്റെ. ഇനി വല പിടിച്ച് കഴിഞ്ഞത് ചാള പെടക്കണ ഒരു കാഴ്ച കാണിച്ചാൽ നല്ല തക്കിട് കൊണ്ടും ചാളാണെന്ന് പെടക്കും. ചാളയും ചൊറിയും കൂടിയാണ് നമുക്ക് കിട്ടിയത്. ഏകദേശം ആദ്യത്തെ ചാള നമ്മ അടിച്ച് വല അടിച്ച്. കൂടുതലും നമുക്ക് കടൽച്ചോറി അല്ലെങ്കിൽ ജെല്ലി ഫിഷാണ് കിട്ടിയേക്കണം. പിന്നെ കുറച്ച് ചാള കിട്ടിയിട്ടുള്ളൂ കേട്ടാ. ചാള നമ്മളെ പറ്റിച്ച് കമ്പക്ക് വലയിക്കൂടി അടി കൂടി പോയി. വലിയ ചാളയാണ് നമ്മള് പറ്റിച്ചിട്ട് പോയി നമ്മളെ ചാള. ചൊറി ഇതാണ് ജെല്ലി ഫിഷ്. ഭയങ്കര അപകടമാണ്. കയ്യൊക്കെ ചൊറി. അങ്ങനെ നമ്മളെ ചാളക്കുട്ടന്മാര് വലിയ ചാളകൾ നമ്മളെ പറ്റിച്ച് കമ്പയ്ക്ക് പോയി മീൻ. അത് ചില സമയത്ത് അങ്ങനെയാണ്. വല അടിച്ചു കഴിഞ്ഞാൽ കമ്പ അടി കൂടിയൊക്കെ പോകും മീൻ. അങ്ങനെ കുറേയൊക്കെ കൊതച്ചും ചാടിയൊക്കെ ആയിട്ട് വലയിൽ നിന്ന് പോയി. നല്ല വലിയ ചാളയാണ്. മുട്ടയുള്ള ചാളയുണ്ടാ. എല്ലാ ചാളക്കും മുട്ടയുണ്ട്. ഇതേ മുട്ട അപ്പുറത്ത് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് മീൻ വെട്ടി ക്ലീനാക്കി നന്നായിട്ട് ഇതേ വെള്ളമൊക്കെ ഒഴിച്ച് ശരിക്കും 3-4 തവണയൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം. നല്ല ചോരാട് ഇതും കാര്യങ്ങളൊക്കെ ശരിക്കും അങ്ങോട്ട് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ അടുക്കളയിൽ കറിയുടെ പരിപാടി വേഗം തുടങ്ങി. ഏകദേശം മീൻ ചാറ് റെഡിയാക്കിയത്. ഇനി അങ്ങോട്ട് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട.
പലിഞ്ഞിനൊക്കെ നോട്ടത് ആ പലിഞ്ഞിങ്ങനെ വലുത് നോക്കിയിട്ട് ചാറ് വെറുതെ മുകളിൽ ഓടിക്കുന്നത് നെയ്യൊക്കെ ഇടും കൊമ്പന്നെ അവരൊന്ന് വയറിലാക്കും നാളെ വയറിലായിട്ടോ. അങ്ങനെ വാഗച്ചാർത്തിലെ ചാളക്കറിയും ചോറ്. ഈ കാണുന്നത് ചാള മുട്ടയും മുട്ടച്ചാള ഇട്ടിരിക്കണ ചോറും ചൂടൻ മീൻകറിയും ചൂടും. ചാളാല വലിയ ചാള ഉണ്ടാ കീഴില്ല ചോറിലങ്ങാട് വെച്ചിട്ട് സൂപ്പർ. അതും ഈ കടലാമ്പിയടുത്തും കാറ്റൊക്കെ കൊണ്ടിരുന്ന അങ്ങനെ കഴിക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാട്ടാ. അങ്ങനെ നമ്മൾ വലയൊക്കെ അടിച്ച് വലയൊക്കെ ഇടുന്ന ചാള നല്ലപോലെ വലിയ ചാള പുതക്കൊക്കെ ചെയ്തു. പക്ഷേ ഈ ചാളക്കൊരു സ്വഭാവമുണ്ട്, പറ്റിക്കും, കമ്പയ്ക്ക് പോകും. അങ്ങനെ കുറേ നമ്മുടെ ചാള കമ്പയ്ക്ക് പോയി. കുറേ ജെല്ലി ഫിഷും ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ചാള ഒരു കളി ഉണ്ടായി ഏട്ടാ ചാള. ഒരു കളി ചാള മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അത് നമുക്ക് കൊണ്ട് കൊടുത്തിപ്പോൾ ചാളക്കൊക്കെ നല്ല വിലയാണ്. ബോട്ടൊക്കെ ഒന്നും പോകാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ആഗസ്റ്റ് 1 രാത്രി അർദ്ധരാത്രി ബോട്ടുകളൊക്കെ പോയി തുടങ്ങും. ഇന്നത്തെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഒട്ടും സൂല തല വെട്ടിപ്പൊളിയാനുണ്ട്, നല്ല ജലദോഷമുണ്ട്. ഈ ബോട്ടൊക്കെ പോയി നമ്മൾ കണ്ടിന്യൂസ് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ വരും. അപ്പോൾ ഇനി നല്ല അടിപൊളി കിടക്കാൻ വേണ്ടിയിട്ട് ടാറ്റാ. പിന്നെ ഇതൊക്കെ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും അവിടെ ഇവിടെ ഉണ്ട്, നേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ കരയിൽ കെട്ടി വീട്ടിലോട്ട് പോകണം. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. പിന്നെ നല്ല അടിപൊളി കിടക്കാൻ വേണ്ടിയിട്ട് ടാറ്റാ.